നാവിക ഭൂപടത്തിൽ വിഴിഞ്ഞത്തെ അടയാളപ്പെടുത്തിയതിന്റെ ആഘോഷാരവങ്ങൾ അടങ്ങിയിട്ടില്ല. തൊട്ടു പിന്നാലെ വിഴിഞ്ഞത്ത് നിന്ന് വെറും 17 കിലോമീറ്റർ അകലെ ഒരു ശുചീകരണ തൊഴിലാളിയെ കാണാതായിട്ട് 24 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. നഗരകേന്ദ്രത്തിലെ റെയിൽവേ സ്റ്റേഷന് സമീപം മാലിന്യം കൊണ്ട് നിറഞ്ഞ ആമേഴഞ്ചൻ തോട്ടിലാണ് ജോയി എന്ന തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടത്. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലിയാണ് ഒരു വശത്ത് തർക്കം മുറുകുന്നതെങ്കിൽ ഈ തോട്ടിലെ മാലിന്യം നീക്കുന്നതിന് ചുമതല ആർക്ക് എന്നതിന്റെ തർക്കമാണ് മറുവശത്ത് നടക്കുന്നത്. സത്യത്തിൽ ജോയിയുടെ ഈ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് റെയിൽവേയിലെ കരാർ ജീവനക്കാരനായ മാരായമുട്ടം സ്വദേശി ജോയി റെയിൽവേ സ്റ്റേഷന് സമീപം ഒഴുകുന്ന ആമേഴഞ്ചൻ തോട് ശുചിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുന്നത്. തോട് വൃത്തിയാക്കുന്നതിനിടെ കനത്ത മഴ പെയ്ത് ഒഴുക്ക് കൂടിയതോടെയായിരുന്നു അപകടം. ആമേഴഞ്ചൻ തോടിൽ കുന്നുകൂടിയ മാലിന്യമാണ് തിരച്ചിൽ ദുഷ്കരമാക്കിയതെന്ന് സ്കൂബ ടീമും ഫയർഫോഴ്സും വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിന് NDRFും റോബോട്ടും അടക്കമുള്ള സംവിധാനങ്ങളും എത്തി. ജോയിക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നതിനിടെയാണ് തോട് വൃത്തിയാക്കുന്നതിന്റെ ചുമതല ആർക്ക് എന്നതിനെ ചൊല്ലി റെയിൽവേയും നഗരസഭയും പരസ്പരം പഴിചാരിയത്. തമ്പാനൂർ ഭാഗത്ത് വെള്ളക്കെട്ട് ഉണ്ടായപ്പോൾ തന്നെ റെയിൽവേക്ക് നോട്ടീസ് നൽകിയതാണെന്നും തോടിന്റെ ഈ ഭാഗം വൃത്തിയാക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്വമാണെന്നും നഗരസഭ വാദിക്കുന്നു. മാലിന്യം കെട്ടിക്കിടക്കുന്നതിൽ കുറ്റവാളി റെയിൽവേ ആണെന്നാണ് സ്ഥലം സന്ദർശിച്ച മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞത്. എന്നാൽ തോട് വൃത്തിയാക്കേണ്ടത് നഗരസഭയും മൈനർ ഇറിഗേഷൻ വകുപ്പുമാണെന്നാണ് റെയിൽവേയുടെ പ്രതികരണം. കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ 2 തവണയാണ് തലസ്ഥാനം വെള്ളക്കെട്ടിൽ മുങ്ങിയത്. 2 പ്രളയവും കാര്യമായി ബാധിക്കാത്ത ജില്ലയിൽ ഇന്നിപ്പോൾ ഒരു രാത്രി നിർത്താതെ മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ദുരിതാവസ്ഥയാണ്. തലസ്ഥാനത്തിന് ചുറ്റുമായിട്ടുള്ള കിള്ളിയാറും കരമനയാറും പാർവതി പുത്തനാറും ആമേഴഞ്ചൻ തോടും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് പ്രധാന പ്രശ്നം. തലസ്ഥാനത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ കളക്ടറായിരുന്ന ബിജു പ്രഭാകറും ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസണും നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കിയ ഓപ്പറേഷൻ അനന്തയ്ക്ക് എന്തു സംഭവിച്ചു എന്നതാണ് പ്രധാന ചോദ്യം. റെയിൽവേ പാളത്തിന്റെ അടിയിൽ കൂടി പോകുന്ന 140 മീറ്റർ നീളമുള്ള ഓടയിൽ നിന്നും ഏകദേശം 700 ലോഡ് മണ്ണും വേസ്റ്റുമാണ് അനന്ത ടീം 2015 നീക്കം ചെയ്തത്. എന്നാൽ 3 വർഷത്തിനുള്ളിൽ തന്നെ അവിടെ വീണ്ടും മണ്ണ് നിറയുമെന്ന് ബിജു പ്രഭാകർ അന്നേ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ജോയി അപകടത്തിൽപ്പെട്ടതും അതേ സ്ഥലത്താണ്. റെയിൽവേയുടെ പരിധിക്കുള്ളിൽ വരുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ അവകാശത്തെ ചൊല്ലി പലപ്പോഴും റെയിൽവേ കലഹം ഉണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷേ മാലിന്യം കൊണ്ടു നിറഞ്ഞ ആമേഴഞ്ചൻ തോടിന്റെ മൊത്തം കാര്യമെടുക്കുമ്പോൾ സർക്കാരിനും നഗരസഭയ്ക്കും കൈയൊഴിയാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. മാലിന്യത്തിന്റെ കാരണക്കാർ റെയിൽവേ ആണെന്ന് പറഞ്ഞൊഴിഞ്ഞ മന്ത്രി ശിവൻകുട്ടിയോട് ഓപ്പറേഷൻ അനന്ത തുടരാൻ ആലോചനയുണ്ടോ എന്ന് മുമ്പ് ചോദിച്ചപ്പോൾ അതൊക്കെ തീർന്നല്ലോ എന്നതായിരുന്നു മറുപടി. ഓപ്പറേഷൻ അനന്ത പൂർണ്ണമല്ലെന്നും 1-2 വർഷത്തിനുള്ളിൽ തലസ്ഥാനത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും ബിജു പ്രഭാകർ 2016 തന്നെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും അനന്തയുടെ 2ാം ഘട്ടം പിണറായി സർക്കാർ നടപ്പാക്കിയില്ല. മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചപ്പോൾ റോഡിൽ മാത്രമല്ല തലസ്ഥാനത്തെ വീടുകളിലും വെള്ളം കയറുന്ന സ്ഥിതിയായി. ഒടുവിൽ ഇപ്പോൾ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളിയുടെ ജീവനും അപകടത്തിലായി. സർക്കാർ നിസ്സംഗത കൊണ്ട് സംഭവിക്കുന്ന നരഹത്യയാണിത്. 25 കോടിയായിരുന്നു ഓപ്പറേഷൻ അനന്തയുടെ 1ാം ഘട്ടത്തിന് ചെലവായത്. എന്നാൽ പദ്ധതി ഇനി നടപ്പിലാക്കണമെങ്കിൽ 100 കോടിക്ക് മുകളിൽ വേണമെന്നാണ് ജിജി തോംസൺ പറയുന്നത്. 1ാം ഘട്ടത്തിന്റെ തുടർച്ചയായി 2ാം ഘട്ടം ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയധികം തുക വേണ്ടിവരില്ലായിരുന്നു. 9 വർഷം പിന്നിടുമ്പോൾ തലസ്ഥാനത്തെ ആറുകളും ഓടകളും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നീക്കുക ദുഷ്കരമാണ്. ഇടവിട്ടുള്ള മഴയും കൂടിയായപ്പോൾ പനി അടക്കമുള്ള പകർച്ചവ്യാധികളും തലസ്ഥാനത്ത് പടർന്നു പിടിക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിലും ഓപ്പറേഷൻ അനന്ത നടപ്പിലാക്കുന്നതിലും വിമുഖത കാട്ടുകയാണ് സർക്കാർ. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയതിൽ അഭിമാനം കൊള്ളുന്നവർ നഗരഹൃദയത്തിലെ മർമ്മപ്രധാനമായ പദ്ധതി അവഗണിക്കുന്നുവെന്നതാണ് ദുഃഖസത്യം.